പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ ഞായറാഴ്ച ഇന്ന് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇത് തിങ്കളാഴ്ചയായിരിക്കാണ് ഈ വീഡിയോ കേട്ടോ. അതെ. അപ്പോൾ വൈകുന്നേരമാണ് ഞങ്ങൾ എടുക്കുന്നത്. ഞായറാഴ്ച വൈകുന്നേരമാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു എറണാകുളത്ത്. നമ്മുടെ പാറുദേ ഇവിടെ എൻ്റെ അടുത്ത് വന്നിരിക്കണു. പാറു ഇണങ്ങിട്ടാ ഭയങ്കര അവിടെ കളിച്ചോ? ചാർലി കളിച്ചോ? പറയണ വണ്ടി ഇടിച്ചത് കാറ് ഞങ്ങളുടെ പറഞ്ഞോ ചേട്ടൻ പറഞ്ഞോ. ഇന്നാണെങ്കിലേ ഞങ്ങള് പോകുമ്പോ എറണാകുളത്ത് ഇരുമ്പനം എന്ന് പറഞ്ഞ സ്ഥലമല്ലേ, ഇത്ര ചോറ്റാനിക്കര അമ്പലത്തിലായിരുന്നു കല്യാണം. അവിടെ എത്ര മുമ്പ് ഇങ്ങനെ സിഗ്നലിൽ ഞങ്ങളുടെ കാറ് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. പിന്നിൽ വന്നിട്ട് ഒരു ഇക്കോസ്പോർട്ട് കാറ് നമ്മുടെ പിന്നിൽ വന്നിട്ട് ഇടിച്ചു. അവർക്ക് ബ്രേക്ക് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞത്. ഇടിച്ചപ്പോൾ നമ്മുടെ ബാക്കിൽ ഡിക്കി ഉള്ളിലേക്ക് ഇത്തിരി ഞളങ്ങി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്റെ മടിയിൽ ഫോണൊക്കെ ഇരിക്കണ്ടായിരുന്നു, അതൊക്കെ നിലത്തേക്ക് വീണു. ജഗ്ഗു പിന്നിലേക്കുണ്ടായിരുന്ന ജഗ്ഗു പെട്ടെന്ന് ഇങ്ങനെ നാഞ്ഞത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഭാഗ്യം, അപകടമൊന്നും പറ്റിയില്ല. അങ്ങനെ അപ്പോൾ കമൻറ്റ് വായന ആരംഭിക്കുകയാണ്. സരിത ആദ്യത്തെ കമൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുരിങ്ങക്കായ പേര് ദോഷം കണ്ടമാനം കേട്ടിട്ടില്ല. എന്താ പറയുക, ഈ മുരിങ്ങക്കായനെ കൊണ്ട് തോറ്റെന്ന് പറയുന്ന ഇതിപ്പോൾ പറഞ്ഞ ആ മുരിങ്ങക്കായ പായസത്തിൻ്റെ വീഡിയോ ഇത് അല്ല ആണോ? അല്ല, മുരിങ്ങക്കായ ജയന്തി പറഞ്ഞിട്ടുള്ള തോരൻ കമന്റാണ് ആദ്യത്തെ വായിക്കുന്നത്. വായിച്ച ലിജോ കെജെ. ഓ ദൈവമേ, മുരിങ്ങയില കൊണ്ട് പുട്ടുണ്ടാക്കി കാണിച്ചപ്പോൾ എൻ്റെ അമ്മ എന്നും മുരിങ്ങയില പുട്ടായിരുന്നു. അത് പണ്ട് നമ്മൾ മുരിങ്ങയില പുട്ടുണ്ടാക്കിയിട്ടുണ്ട്. മുരിങ്ങയ്ക്ക് കൊണ്ട് പായസം ഉണ്ടാക്കുമെന്ന് പറയുകയും മുരിങ്ങയില കൊണ്ടുവരുന്നതും കാണുകയും ചെയ്തപ്പോൾ ഞാനൊന്ന് ഞെട്ടി. കാരണം എൻ്റെ അമ്മ എന്നോട് ഇന്ന് 5 കിലോ പച്ചരി വാങ്ങി കൊണ്ടുവരാൻ പുട്ടുപൊടിക്കാണ് എന്നാണ് പറഞ്ഞത്. നാളെ വാങ്ങാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അമ്മയ്ക്ക് ഡിസ്ക് കംപ്ലൈൻറ്റ്, തേയ്മാനം കാരണമുള്ള നീർക്കെട്ട് എന്നിവ ഉണ്ട്. നീർക്കെട്ടിന് ഒന്നാന്തരമാണ് മുരിങ്ങയുടെ തൊലി ചതച്ച് പിഴിഞ്ഞ വെള്ളം കുടിക്കുക. അല്ല, മേത്ത് കെട്ടി വയ്ക്കില്ലേ മുരിങ്ങയുടെ തണ്ട് ചതച്ചിട്ട് ഇങ്ങനെ കെട്ടി വയ്ക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു പണ്ട്. നീർക്കെട്ടിനാണ് എന്തുകൊണ്ട് അമ്മയുടെ അപ്പൻ്റെ പതിവായിരുന്നു അത്രേ. അമ്മയ്ക്ക് മുരിങ്ങയില പുട്ട് നിങ്ങളുടെ വീഡിയോ കണ്ടത് മുതൽ കൊറോണ കാലം മുഴുവൻ മുരിങ്ങയില പുട്ടായിരുന്നു തീറ്റ. അമ്മ ഉഷാറായി. ഇനി മുരിങ്ങയില പായസം ആവുമോ എന്ന് ഞാൻ കരുതി. ഇനി മുരിങ്ങയില പുട്ടുപൊടിയിൽ ചേർത്ത് പായസം ഉണ്ടാക്കാൻ പറ്റിയാൽ ഒരു വീഡിയോ ഇടുന്നു. മുരിങ്ങയില പുട്ടുപൊടിയിൽ ചേർത്ത് പായസം ഉണ്ടാക്കാൻ പറ്റിയ വീഡിയോ ഇടാൻ ചേട്ടനോട്. നല്ല ആളോടാ പറയണ ചേട്ടൻ അതും ചെയ്യും. എന്തായാലും മുരിങ്ങയിലോട്ട് കുറേ വിഭവങ്ങൾ ആളുകൾ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. മുരിങ്ങയില ഉണ്ടല്ല, മുരിങ്ങയുടെ കുറേ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പൊ മുരിങ്ങയുടെ സീസൺ ആണല്ലോ കഴിഞ്ഞത്. അപ്പൊ ഇയാൾക്ക് മുരിങ്ങയാണ്ട് നമ്മൾ എന്ത് പാചകം ചെയ്യുന്നെങ്കിലും ആൾക്ക് പേടിയാണെന്ന്. പേടി. അടുത്ത അശോക് വേൾഡ്. അജു ചേട്ടന് മുരിങ്ങ പായസം യൂട്യൂബിലുണ്ടെന്ന് അറിഞ്ഞപ്പോഴുള്ള ചേട്ടൻ്റെ ഒരു വിഷമം. അതിനൊരു കുഴപ്പവുമില്ല ചേട്ടാ, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്രയും സ്വാദിഷ്ടമായ ഒരു പായസം കാണുന്നത് നിങ്ങളിൽ നിന്ന്. ഗംഭീരമായിട്ടുണ്ട്. 2 വീടിന്റെ ചുറ്റും കിടന്ന് നടക്കണ്, ഫോണും കൈ പിടിച്ച്. ജഗ്ഗുവിന്റെ ക്ലാസ് കഴിഞ്ഞു, അത് പറയാൻ മറന്നു. ജഗ്ഗുവിന്റെ നാടക പരിശീലനം കഴിഞ്ഞു. ഇന്നലെ ആയിരുന്നു അവസാന ദിവസം. ഞങ്ങൾ പറഞ്ഞില്ലേ, ഇന്നലെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അന്ന് തന്നെയായിരുന്നു അവസാന ദിവസം. 2 നാടകങ്ങളുണ്ടായിരുന്നു, 2ലും ജഗ്ഗു അഭിനയിച്ചു. അപ്പൊ വേറെ സാധനം ജഗ്ഗുവിന് കിട്ടിയിട്ടുണ്ട്, അത് കാണിച്ചു തരാം. സർട്ടിഫിക്കറ്റ് കേട്ടാ, ജഗ്ഗുവിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ സർട്ടിഫിക്കറ്റിന് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും തീരെ വിലയില്ലെന്ന്. പക്ഷെ വിലയുണ്ട്. ഇത് കേന്ദ്ര സംഗീത നാടക അക്കാദമിയിലെ കണ്ട അതിൻ്റെ സീല് വരെ ഉണ്ട്. അത് കിട്ടിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ ഇതിന് എന്നും വിലയുണ്ടെന്ന് അർത്ഥം. സാധനം അങ്ങനെ കിട്ടില്ല. ജഗ്ഗു കുഴപ്പമില്ല ചേട്ടാ, ചെയ്തു. ചമ്മലും നാണക്കേടൊക്കെ കൂടുതലാ അവനെ. ആ ചമ്മലൊന്ന് പോയി കിട്ടാൻ വേണ്ടി, ആൾക്കാരോടൊക്കെ ഒന്ന് വർത്താനം പറയാനൊക്കെ നല്ലത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ആക്കിയത്. അല്ലാണ്ട് വലിയ അഭിനേതാവാൻ വേണ്ടിയിട്ടൊന്നല്ല. അടുത്ത് ചേട്ടാ, ഇത് മുരിങ്ങയുടെ കാമ്പൗണ്ട് ഉണ്ടാക്കി ഉപ്പേരി കൂട്ടാൻ്റെ അല്ലേട്ടാ, പായസം തന്നെയാണ്. അതിന്റെ കമന്റ്സ് തന്നെയാ. ശ്രുതി പ്രദീപ്. സരിതേച്ചി ആദ്യം അജുവേട്ടൻ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടും ലാസ്റ്റ് ആയപ്പോ നല്ല പോളിംഗ് ആയിരുന്നു. അപ്പൊ തന്നെ ആ പായസത്തിന്റെ ടേസ്റ്റ് പൊളിയാണെന്ന് മനസ്സിലാക്കാം. അജുവേട്ടാ പൊളിച്ചു, നിങ്ങൾ സൂപ്പറാട്ടാ.
പിറ്റേ ദിവസമാണ് ആ പായസത്തിന്റെ ടേസ്റ്റ് ശരിക്കും മനസ്സിലാവണത് നമുക്ക്. ശരിക്കും അതിന്റെ ആ അടപ്രഥമനൊന്നല്ല അല്ലേ, എന്തുട്ട് അതിന്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റി നമുക്ക്. പക്ഷെ ഇത്തിരി കൂടി നാളികേരപ്പാല് വേണ്ടതായിരുന്നു. ഇത്തിരി മധുരം കുറച്ചിട്ട് ഒരു നാളികേരത്തിന്റെ പാലും കൂടി ചേർത്തെങ്കിൽ അത് ഗംഭീര പായസമായാണ്. ഇപ്പൊ ഈ ടേസ്റ്റ് ആവില്ല. അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കടും പായസത്തിന്റെ ഒക്കെ പോലെ മധുരം ഇങ്ങനെ നിന്നിട്ട് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ ഇത്ര ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ വിചാരിച്ചു ആ മുരിങ്ങക്കായുടെ ഭയങ്കര കുത്തുണ്ടാവും. അപ്പൊ ഈ ആ ശർക്കരയും ഇതൊക്കെ പോവാന്ന്. വേറൊരു കാര്യണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്, ഈ മുരിങ്ങയുടെ കായില്ലേ അതിലത്തെ ഉള്ളിലത്തെ അത് കളയാൻ പാടില്ല, ചതച്ചിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാള്. അത് ചതച്ചിട്ട് ഇവിടെ ചാർലി ഉണ്ടല്ലേ, ഇവിടെ ചാർലി മമ്മി അന്മി. ഹായ് അജുവേട്ടാ, സരിതേച്ചി വീഡിയോ അടിപൊളി. അജുവേട്ടൻ നല്ലേ ആള്. മുരിങ്ങയ്ക്ക പായസം വെച്ചില്ലേ അത്ഭുതമുള്ളൂ. ആരും സഞ്ചരിക്കാത്ത വഴികളിൽ കൂടി അജുവേട്ടൻ സഞ്ചരിച്ചെന്നിരിക്കും. ശരിയാണ്, ആരും സഞ്ചരിക്കാത്ത വഴികളിൽ കൂടെ മാത്രം സഞ്ചരിക്കുള്ളൂ. സൺഡേ ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു കണിമംഗലത്ത്. അവിടെ ചെന്നപ്പോൾ പരിചയമുള്ളൊരു മുഖം. ആരാ? നമ്മുടെ പ്രിയപ്പെട്ട അല്ലൻ ചേട്ടൻ. പോയി വർത്താനം പറഞ്ഞു. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിഷ്കളങ്കനായ പാവൻ ചേട്ടൻ. ഇന്നത്തെ പായസം ഹെൽത്തി ആൻഡ് ടേസ്റ്റി. സ്നേഹത്തോടെ ടിനു തോമസ് നടത്തറ. അല്ലൻ ചേട്ടന് കല്യാണം ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പ്രിയ പിള്ളൈ. അല്ലെങ്കിലും പഠിച്ചിട്ടാണോ ഞാനൊക്കെ ഈ നിലയിലെത്തിയത്? ദിലീപ് ചാന്തുവോട്ടിൽ പറഞ്ഞത്. അല്ലല്ല, ചാന്തുവോട്ടില് മറ്റോള് തോൽക്കില്ലേ, 10ാം ക്ലാസ് തോറ്റിട്ട് വിഷമിച്ചിരി പറയില്ലേ. അല്ലെങ്കിൽ ഇപ്പൊ പഠിച്ചിട്ടാണോ ഞാനൊക്കെ ഈ നിലയിൽ? അവ ഏത് നില ചോദിക്കുമ്പോ നിനക്ക് ഞാൻ കാലത്ത് വാങ്ങിച്ച ഐസ് ഫ്രൂട്ട് നിന്റെ തൊണ്ടേന്ന് ഇറങ്ങിയ അല്ലെങ്കിൽ ഒരു കോലിട്ട് ഇറങ്ങില്ലേ? അതന്നെ. ഇതൊക്കെ എന്നോട് ചോദിച്ചാ പോരെ. ശരിയാ, നമ്മള് സിനിമയിലത്തെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ എല്ലാ വീഡിയോയിലും സിനിമേനെ പറ്റിട്ട് എന്തെങ്കിലും ഒരു പരാമർശം ഉണ്ടാവും. വരും, തന്നെ വരുന്നതാ. ഞങ്ങള് സിനിമകൾ നന്നായിട്ട് ആസ്വദിക്കുന്നവരായതുകൊണ്ടായിരിക്കും. ഞാനും അതേട്ടാ, ഞാൻ ഇപ്പഴല്ല ഇങ്ങനെ ചെയ്ത്. എനിക്ക് എന്റെ കേരള ഓർമ്മയിലത്തെ ഡയറിയില്ലേ, ആ ഡയറിയിൽ മിക്കവാറും എല്ലാവരും എഴുതിയേക്കണത് ഇതാ, സിനിമ എന്റെ സിനിമേരെ ഇത് പറയല്. അന്ന് നമ്മൾക്ക് ഈ ട്രോളും ഇതൊന്നും നമ്മൾക്ക് അറിയില്ല. പക്ഷെ എന്തെങ്കിലും ഒരു ഇതുണ്ടാവുമ്പോ അതിന് യോജിച്ച ഒരു സിനിമയുടെ ഭാഗം ഓർമ്മ വന്ന അപ്പൊ തന്നെ ഞാനത് പറഞ്ഞിട്ട് ഇന്ന പോലെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ ചിരിക്കും. അങ്ങനെ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴാണെങ്കിലും ചേട്ടനും അതേപോലെ തന്നെ. അങ്ങനെ അത് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടിയപ്പോ അത് പിന്നെ കൂടി ഒന്നുകൂടി. അടുത്തത് റെജി ബാബു, സുരേഷ് ബാബു. ചേട്ടൻ്റെ ഈ വെപ്രാളം കാരണം ചില മണ്ടത്തരങ്ങൾ കാണിക്കുമ്പോഴും പറയുമ്പോഴും ഞങ്ങൾ തന്നെ ഇവിടുന്ന് വഴക്ക് പറയാറുണ്ട്. എന്താ ഈ കാണിക്കുന്നതെന്ന്. അപ്പോൾ പിന്നെ സരിതയുടെ കാര്യം പറയണോ? വഴക്ക് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നിങ്ങളുടെ ഈ സംസാരവും നിഷ്കളങ്കമായ അവതരണവുമാണ് ഞങ്ങളെ ആകർഷിക്കുന്നത്. ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ താമസം വരുന്നല്ലോ, തിരക്കാവൂല്ലേ? ജഗ്ഗൂട്ടൻ എവിടെ? അജുചേട്ടൻ പറഞ്ഞ പോലെ ചെമ്പകപ്പൂവിൻ്റെ ഇതൾ പോലെ തോന്നി മുരിങ്ങക്കായരെ കാമ്പ് കണ്ടപ്പോൾ. സരിതയ്ക്ക് എന്തു പറ്റി? ഇന്ന് മുഖം അത്ര തെളിച്ചമില്ലല്ലോ. അജുചേട്ടൻ വിരട്ടിയോ? മേനോനോട് അന്വേഷണം പറയണേ. ലവ് യു ഡിയേഴ്സ്. ഇത് നമ്മളുടെ വീഡിയോയിലെ ആദ്യമായിട്ട് കാണുന്നവർക്ക് എന്നോട് ദേഷ്യം തോന്നും. ഈ പെണ്ണെന്തിങ്ങനെ, ഈ മനുഷ്യരെ പാവം, ഇത്ര നിഷ്കളങ്കനായ മനുഷ്യൻ ഓരോന്ന് പറയണ കളിയാക്കണം. അടുപ്പിച്ച് കുറെ നാള് വീഡിയോകൾ കണ്ടോണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ എൻ്റെ സൈഡോ. വെറുതെ അല്ല സരിത ചേട്ടനെ പറയണതെന്ന് പറയും. ഞങ്ങളെ അല്ല, നമ്മളാദ്യമായിട്ട് ഇപ്പൊ നേരിട്ട് പരിചയപ്പെടുന്ന ആൾക്കാരായാലും പറയും സരിതയുടെ ഒരു ഭാഗ്യം, എന്തൊരു പാവം മനുഷ്യനെ ആ കല്യാണം കഴിച്ചാണ്, എത്ര പാവം മനുഷ്യനെ കിട്ടിയില്ലേ, ഭാഗ്യാണ്, അങ്ങനെ പറയും. പിന്നെ അങ്ങനെ നമ്മളായിട്ട് നല്ല പരിചയമില്ല, നല്ല ക്ലോസ് ആവും. നമ്മളെ രണ്ടുപേരും നല്ല പരിചയമാവുന്നവര് എന്നോട് ചോദിക്കും എങ്ങനെ സഹിക്കണേ, എങ്ങനെയാ ക്ഷമ കിട്ടണേ. ആദ്യം ചേട്ടനെയാണ് ഷെയ്ക്കൻ്റെ കൊടുക്കുക. ഓ അജുവേട്ടനെ സമ്മതിക്കണം, ഇവിടെ സഹിക്കണേന്, എന്നെ സഹിക്കണേന്ന് പറയും. കുറച്ച് നാളെയുമ്പോ മാറ്റി പറയും. ആ തലയെ കൂടെ വെള്ളം കമ്മത്തിയില്ലേ തൃശ്ശൂർ പൂരം കാണുമ്പോ, അന്ന് ചേട്ടന് വയ്യാണ്ടായില്ലേ. അതിന്റെ പിന്നാലെ അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വയ്യാണ്ടായി. പിന്നെ അത് മാറിയപ്പോ ജഗുവിന് ഇത്തിരി കൂടുതലായി. നല്ല ഭയങ്കര ശക്തിയായിട്ടുള്ള പനിയും നല്ല കഫക്കെട്ടും ചുമയും. ഞങ്ങൾ പിന്നെ വീട്ടു വൈദ്യം കൊണ്ട് ഞങ്ങളുടെ മാറിപ്പോയി. അവനെ പിന്നെ മാറാണ്ട് ഡോക്ടറെ കാണിക്കേണ്ടി വന്നു, ആന്റിബയോട്ടിക് ഒക്കെ എടുക്കേണ്ടി വന്നു. അവൻ്റെ ഇപ്പൊ അതേ മാറി വരുന്നു. അങ്ങനെ അപ്പൊ അങ്ങനെ അസുഖങ്ങളൊക്കെ വരുമ്പോ നമുക്ക് പിന്നെ ചൂട് ഭയങ്കര അല്ലേ,
ഷോ അതും കൂടി ഉണ്ട് കേട്ടാ, ചൂടും കൂടി ഉണ്ട്. നമുക്ക് കാലത്ത് നേരത്തെ വല്ല വീഡിയോ എടുക്കണം, ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് ഈ വീഡിയോ എടുക്കൽ അവസാനിക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എടുക്കാവില്ല, പിന്നെ ഈ നേരമാവണം എടുക്കണമെങ്കിൽ രാത്രി. ഇപ്പൊ ഞങ്ങൾ ഫാനൊക്കെ വെച്ചിട്ടിരിക്കണേ, ലൈറ്റ് വെക്കുമ്പോ ചൂട് ഒന്നുകൂടി കൂടല്ലേ അങ്ങനെ. പിന്നെ എനിക്ക് മുഖം അത്ര തെളിച്ചില്ല ആയിരുന്നു, അങ്ങനെയായിരുന്നു. ചൂടിന്റെ എനിക്ക് ചൂട് തീരെ പറ്റില്ല, അതിന്റെ ചൂട് ഇങ്ങനെ അല്ലാന്ന് എനിക്ക് തലവേദന വരും, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ വരും. ടെസ്ല മൈ ഹീറോ, എന്റെ സരിതയെ നമിച്ചു. ഇങ്ങേരുടെ കൂടെ ജീവിക്കണമെങ്കിൽ കഴിഞ്ഞകാല സകല സിനിമാ പേരും കൂടി അറിയണം. നേരത്തെ പറഞ്ഞല്ലോ സിനിമയുടെ കാര്യങ്ങള്, ആ ഏതെങ്കിലും ഒരു സിനിമ പേര് പറഞ്ഞാലും ഇത് ചെയ്യുള്ളൂന്ന് ചേട്ടൻ കുറച്ച് സമയം പിടിച്ചിരുന്നില്ലേ? ഏത് സിനിമയുടെ ഡയലോഗാന്ന് ഓർമ്മയില്ല. ലൈല, ലാങ്കി ലാങ്കി പഞ്ചാമൃതം, ആ പായസം നേരെയായി കിട്ടിയാ മതിയായിരുന്നു. നമ്മൾ ഓരോന്ന് ഉണ്ടാക്കുമ്പോ വീട്ടിലെ അമ്മമാരുണ്ടാക്കുമ്പോഴാണ് നമ്മൾ ഓരോ ഉപമ തന്നെ ഓട്ടോമാറ്റിക് നമ്മുടെ അമ്മേരെ കയ്യിൽ മൊത്തം തെറിയേക്കും ചേട്ടന്. മൊത്തം തെറി എന്ന് പറഞ്ഞാലേ അതുമാരത്തി തെറി അമ്മ പറയാം. ചേട്ടന്റെ വായ അങ്ങനെ ചൊറിഞ്ഞു വരും ചെയ്യും. എന്തെങ്കിലും ഒരു ഉപമ പറയണം ഇങ്ങനത്തെ ഓരോന്നൊക്കെ ചെയ്യുമ്പോ. അത് നമ്മളത് കാണുമ്പോ നമുക്ക് ഒരു തോന്നലില്ലേ, ഇന്നമാതിരി തോന്നുന്നു. അത് അപ്പൊ തന്നെ വായിന്നിടുക അപ്പൊ തന്നെ. ഞാൻ ചെറുപ്പത്തിൽ എങ്ങാണ്ട് ഒരു സാധനം പറഞ്ഞിട്ടുള്ളൂ, അത് പറഞ്ഞത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അമ്മയുടെ ഒന്ന് കേട്ട ചീത്ത, അതിനുശേഷം പിന്നെ എന്ത് വന്നാലും നമ്മള് വല്ലതും തോന്നിയാൽ തന്നെ പറയില്ല. ചേട്ടന് പക്ഷെ എന്തോരം തെറി കേട്ടാലും ഒരു നാണമില്ല, പിന്നെയും പറയും. അത് മെയിനായിട്ട് ഉണ്ടാക്കുമ്പോ അച്ചപ്പം കുഴലപ്പം ഉണ്ടാക്കുമ്പോ ഉപമ പറഞ്ഞാലും ഏറ്റവും ചീത്ത കേൾക്കാം. അത് പിന്നെ ശരിയാവില്ലല്ലോ, ഭയങ്കര അപകടമല്ലേ. കാരണം ഈ പേറ്റ് പലകാരം അങ്ങനത്തെ സാധനത്തിനായിട്ട് കൊണ്ടുപോകുന്ന സാധനമായിരിക്കും അതൊക്കെ, വയറ് കാണാൻ കൊണ്ടുപോകുന്ന ആ സമയത്താണിത്. മറ്റുള്ള അടി ഉണ്ടാക്കുമ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോ തവിടുപടിയിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ വക സാധനങ്ങൾ ഉണ്ടാക്കുമ്പോ നമ്മൾ ഉപമ പറയുമ്പോ ശ്രദ്ധിച്ചോളാം, അല്ലെങ്കിൽ തേറി കേട്ടിട്ട് ഓടേണ്ടി വരും നിങ്ങൾക്ക്. മുജീബ് റഹ്മാൻ, അജുവേട്ടൻ മുരിങ്ങ പായസം കുടിച്ചിട്ടുണ്ട്, സരിത മാറിക്കിടന്നോളൂ. ഇത് വല്ലാത്തൊരു പുരിവാലാണ്. മുരിങ്ങക്കായ അല്ലെങ്കിൽ മുരിങ്ങയില അങ്ങനെ തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ പറഞ്ഞു സ്ഥിരം ഒരു വാക്കാണ്. ഇതെല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ ഇത്. പാവം മുരിങ്ങ ഇനി എന്തോരം ഇങ്ങനത്തെ കുറ്റങ്ങൾ കേൾക്കാൻ കാത്തിരിക്കണം. അടുത്ത് വായിക്കും. അടുത്തത് സഞ്ജു തമ്പാൻ, മുരിങ്ങക്കുരു ഒരു വയാഗ്രയാണ്, കഴിവതും പച്ചക്കറി, ഫ്രൂട്ട് എന്നിവയുടെ കുരു കളയാതെ ഉപയോഗിക്കുക. അതെ, അത് കളയാൻ പാടില്ല, അത് ചതച്ചിടായിരുന്നു, നമ്മൾ എടുത്ത് മാറ്റി വെച്ചു. അടുത്തത് തോമസ് ആന്റണി, തിളപ്പിച്ച വെള്ളം കളയണ്ടായിരുന്നു, അതിന്റെ പോഷകാംശം എന്തിനാ വെറുതെ കളഞ്ഞത്? ആ വെള്ളത്തിൽ രസം ഉണ്ടാക്കി വെക്കാമായിരുന്നു, സൂപ്പർ ആയിരിക്കും, വെറുതെ കളഞ്ഞു. വെള്ളം വറ്റിക്കേണ്ടതായിരുന്നു. അടുത്തത് അശോക് വേൾഡ്, അജു ചേട്ടൻ, മുരിങ്ങമരത്തിന്റെ ചുവട്ടിൽ ഉപ്പ് വിതറിയ ശേഷം തണുത്ത കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് മുരിങ്ങക്കായ ധാരാളമായിട്ട് ഉണ്ടാകാൻ കാരണമാകും. ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ചേട്ടാ, എല്ലാ ദിവസവും മുരിങ്ങക്കായ കൊണ്ട് വിവിധ തരം വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. താമസം മാറേണ്ടിവരും. ഉണ്ടാക്കില്ല, പക്ഷെ നമുക്ക് ഇത് പരീക്ഷിച്ച് നോക്കണം. നല്ലൊരു ഐഡിയ ആണ്, ആശയാണ്. അപ്പൊ ആരോ ഒരാള് അതിലൊരു റിപ്ലൈ കമന്റ് ഇട്ടിട്ടുണ്ട്, ഉപ്പിട്ട കഞ്ഞിവെള്ളം ഒഴിച്ചാൽ മതിയില്ലേന്ന്. ഉപ്പ് വിതറിയ ശേഷം കഞ്ഞിവെള്ളം ഒഴിക്കാം. ഒരു തമാശക്ക് ഇട്ടോണ്ട് നല്ല രസമായിട്ടുണ്ട് അതിന്റെ മറുപടി. അടുത്തത് സുമാദിർ, എന്ത് പേരത്? സുധീറാണ് അല്ല, സുമാദിർ. ബാക്കി ഉണ്ടാവായിരിക്കും ചിലപ്പോട്ടാ. അനിലേട്ട പാത്രം ചുരണ്ടി കഴിക്കുന്ന കണ്ടപ്പോ സങ്കടം തോന്നി. വേറെ വല്ലവരാണെങ്കിൽ എല്ലാം തിന്നു തീർത്ത് പാത്രം ചുരണ്ടാൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് ദേഷ്യം വന്നേനെ. ചെറിയേട്ടനും പാവം. അജേട്ടാ സൂപ്പർ. ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഈ പാത്രം ചരണ്ടി, ഈ പായസം വെക്കുക, അലുവ വെക്കുക, അതിന്റെ ഇത് ചരണ്ടി എടുക്കില്ലേ, അതാണ് എന്തോരം അവിടെ ഇരിക്കണ്ടേലും അത് ചുരണ്ടാനാണ് തല്ലൂട്ടം വഴക്കുണ്ടാവുക ലാസ്റ്റ്. അല്ലാണ്ട് ഈ നമ്മൾ പാത്രത്തിൽ വേറെ കൊണ്ടു വെച്ചിട്ടുണ്ടാവും, അത് കുടിക്കാനല്ല, ഇത് വെടിപ്പാക്കാനാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ഉണ്ടാക്കുമ്പോ പുതിയ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ചീശല്ലേ ഉണ്ടാക്കുള്ളൂ, കുറെ ഉണ്ടാക്കില്ലല്ലോ. അല്ല ചേട്ടനായാലും അവിടെ എന്തെങ്കിലും ഒരു സാധനം പരീക്ഷിക്കാൻ ഒരു കുഞ്ഞു പിഞ്ഞാണത്തിൽ ഇത്തിരി കൂടെ കൊണ്ടുവരും, ഒരു സ്പൂണ് ടേസ്റ്റ് നോക്കാനുള്ള ഉണ്ടാവുള്ളൂ. നമ്മളത് പറഞ്ഞു, ഓ ഇതാണോ കൊണ്ടുവന്നേന്ന് ചോദിച്ചിട്ട് നമ്മള് അല്ല ചേട്ടനായിട്ട് വഴക്കിന് പോവൊന്നുമില്ല. അത് അതെങ്കിലും അവര് ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് കൊണ്ടുവന്നല്ലോ. അങ്ങനെ ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ അത് അങ്ങോട്ട് കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമില്ല, അത് നമുക്ക് കഴിക്കാം. പിറ്റേ ദിവസം നല്ല ടേസ്റ്റ്, ഞങ്ങൾ ഓരോ സ്പൂണ് ടേസ്റ്റ് നോക്കിയുള്ളൂ അങ്ങോട്ട് കൊണ്ടുപോകേണ്ട കാരണം. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വെറൈറ്റി സാധനമാണല്ലോ, ഇത് ആരും ഉണ്ടാക്കാത്തതാണല്ലോ. അപ്പൊ ഒന്ന് അവരൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാന്ന് വെച്ചിട്ട് നമ്മള് അടുത്ത് ഹസീന. അത് എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കോക്കു ചക്കിടാൻ വന്നപ്പോ അവനും കഴിച്ചു, പിന്നെ അവൻ കൊണ്ടുപോവുകയും ചെയ്തു ഒരു പാത്രത്തിൽ. അതുകൊണ്ടാണ് അത് എല്ലാം ചിത്രം കൂടിയും അങ്ങോട്ട് കൊണ്ടുപോകണ്ടായി.
ഹസീന റഷീദ്, ശരിക്കും വല്ലാത്ത എനർജിയാണ് നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ. 3 പേരും ഉണ്ടാകുമ്പോഴാണ് രസം. വേഗം തീർന്നു പോകുമ്പോൾ ഒരു സങ്കടം. നാളെ കാണാമെന്ന പ്രതീക്ഷ. ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു കമന്റ്. ആദർശ് പണിക്കർ നന്നായിട്ട് കമന്റ് ഇടുന്ന ആളാണ്. നല്ല എന്താ പറയാ, വലിയ കമന്റ്. സാഹിത്യം കേട്ട ആളെ എഴുതും ഇങ്ങനെ. അതിമനോഹരമായ ഒരു സുപ്രഭാതം. അത്യധികം കൂടിയ ഒരു തട്ടിൽ കുട്ടിദോശ, അതിന് ചേർന്ന് നിൽക്കുന്ന മനോഹരമായ ഒരു ചമ്മന്തി. ദോശ വീഡിയോയിൽ നമ്മുടെ ഒരു ഹെൽത്തി ദോശ പറഞ്ഞില്ലേ, ഷുഗർക്കാർക്കും മറ്റൊക്കെ കഴിക്കാമെന്ന്. അതാണ് അതിലത്തെ കമന്റാണ് വായിക്കുന്നത്. ചമ്മന്തി കണ്ണിന് കുളിർമയേകി നാവിന് രുചി പകർന്ന് പ്രേക്ഷകരെ അത്യധികം സന്തോഷമുള്ളൊരു സുപ്രഭാതം സമ്മാനിച്ച പ്രിയപ്പെട്ട പെങ്ങൾ സരിതയ്ക്കും അജുവേട്ടനും ജഗ്ഗുവിനും ഹൃദയം നിറഞ്ഞ സുപ്രഭാതം, ശുഭദിനം. മുരിങ്ങയ്ക്ക പായസത്തിൻ്റെ വീഡിയോ ഞാൻ കണ്ടില്ല, ഉടൻ തന്നെ കാണും. കണ്ടില്ലെങ്കിലും കണ്ടതുപോലെ തന്നെ നമ്മുടെ കാരണവർ അനിലേട്ടൻ ഉരുളി വടിച്ച് കഴിക്കുന്നതിൻ്റെ രുചി നമ്മുടെയൊക്കെ നാവിലെത്തി എന്നുള്ളത് പരമമായ സത്യമാണ്. അടുത്തത് മോണാലി. ഗ്രേറ്റ് ടു വാച്ച് യുവർ വീഡിയോസ്, സോ സിമ്പിൾ പീപ്പിൾ. വി ലിവ് ഇൻ കാട്ടൂർ നിയർ ഇരിഞ്ഞാലക്കുട. ലൈക്ക് ടു കം ആൻഡ് സീ യുവർ ബാക്ക് യാർഡ്. നൗ വി ലിവ് ഇൻ US. കാട്ടൂരാണ് ഇരിഞ്ഞാലക്കുട. കാട്ടൂരാണ് ഇവരെ വീട്. നമ്മളെ കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. തീർച്ചയായിട്ടും കാണാം. ഇനി വരുമ്പോൾ അവര് അമേരിക്കയിലാണ്. തീർച്ചയായിട്ടും കാണാം. അടുത്ത് അനിൽകുമാർ PT. നല്ല കൈപ്പൻ പാവയ്ക്ക കൊണ്ട് പായസം ഉണ്ടാക്കാമോ അജു ചേട്ടാ? സരിതേ, പഴയിടത്തിന്റെ ഇതില് കയ്പക്കായ കൊണ്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ വീഡിയോ കണ്ടിട്ടില്ല. എല്ലാ സാധനം ഇതുപോലെ ചെയ്യാൻ പറ്റും അല്ലേ? കയ്പക്കായും തിളപ്പിച്ച് വെള്ളം കളയാം. അല്ല, ഇന്നാളെ ഒരാൾ പറഞ്ഞു ചെമ്മീനോട് പായസം വെച്ചു. പിന്നെ പറഞ്ഞില്ല പല സാധനങ്ങളാണ്. അതിലൊക്കെ മധുരം വരുമ്പോ നമ്മള് നോക്കില്ല. അടുത്ത് വിഷ്ണു കോലോത്തൊടി. ജഗ്ഗുവിനെ കാണുമ്പോൾ ഒരു സങ്കടം. ഒറ്റക്കുട്ടി ആയതുകൊണ്ട് അവന് കൂടെ കളിക്കാനൊന്നും ആരുമില്ല എന്ന് പരിഭവം പറയാറുണ്ടോ? അവൻ പറയാറൊന്നും. ഞാൻ ചോദിക്കാറുണ്ട് അവന്, നിനക്ക് അനിയന അനിയത്തിയ അങ്ങനെയൊക്കെ ഇല്ലാത്തതിൽ വിഷമമുണ്ടോ? ഇല്ല. ഇടയ്ക്ക് കണ്ണംകുളങ്ങര ചെന്ന് നിൽക്കുമ്പോൾ എന്നെ പൂര വഴക്ക പ്രയാഗിയിട്ട് ഫുൾ ടൈം തല്ലൂട്ട്. എനിക്ക് അവരെ തല്ലൂട്ടം തീർക്കാൻ അമ്മായി എന്ന് പറഞ്ഞിട്ട് അവൾ വിളിക്കും. ദേ ജഗ്ഗു അത് ചെയ്തു, ജഗ്ഗു ഇവിടെ പിടിച്ചു, ജഗ്ഗു പിച്ചി, ജഗ്ഗു മാന്തി എന്ന് പറഞ്ഞിട്ട് തല്ലൂട്ടം വഴക്ക. അത് തീർക്കല്ല പണി. അപ്പം അങ്ങനെയൊന്നും അവൻ പറയാറൊന്നുമില്ല. പക്ഷെ അവൾക്ക് ഭയങ്കര ഇഷ്ടവൻ ചെല്ലണത്. സരിതേച്ചും അജുവേട്ടനും അവൻ്റെ നല്ല കൂട്ടുകാരെ പോലെ തന്നെയാണ് എന്ന് വീഡിയോകൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. എന്നാലും അത് നമ്മളായിട്ട് വേണ്ടാന്ന് വെച്ചിട്ടുള്ളതല്ല. നമ്മുടെ പ്രഗ്നൻസി സ്റ്റോറി കണ്ടാൽ മതി, അപ്പം അറിയാം. അടുത്തത് ചേട്ടൻ വല്ലതും പറയണ്ട. ഷൈനി സന്തോഷ്. ആ പായസം തീരുന്നതിന് മുൻപ് ചേട്ടന്മാർക്ക് കുറച്ച് കൊടുത്താൽ എന്തായിരുന്നു? ചട്ടി വടിക്കാൻ പാവങ്ങൾക്ക് കൊടുത്തു. മോശമായി പോയി. പറഞ്ഞു. കുറെ പേർക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. അവർക്ക് ചട്ടിയായിട്ട് ആ ഉരുളി മാത്രമായിട്ട് കൊണ്ടുകൊടുത്തതിലാണ് താല്പര്യം കൂടുതൽ. അതാണ് ടേസ്റ്റ് കൂടുതൽ. അടുത്തത് സനോജ് ടി അർജുനൻ. 15ഓളം വരിക്കപ്ലാവും ഒരു പഴച്ചക്കയുടെ പ്ലാവും പ്ലിയൂരും വാളൂറും കോമാങ്ങയും ഉൾപ്പെടെ 20ൽ പരം പടുകൂറ്റൻ മാവും. നമ്മുടെ ചക്ക, അതായത് നമ്മൾ ദക്ഷിണ വീഡിയോ കണ്ടിട്ട് നമ്മൾ ചക്കരിശ്ശേരിയും മുരിങ്ങലക്കറിയും ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോയിലത്തെ കമന്റാണ് ഇട്ടത്. മാവും 100ന് മുകളിൽ പടർന്നു പന്തലിച്ച് നിലം മുട്ടി കിടക്കുന്ന കശുമാവും അതിൽ ഒരു വലിയ മുരിങ്ങ മരവും മാവിലും പ്ലാവിലുമായി 50ഓളം മൂട് കുരുമുളകും. അതായിരുന്നു അച്ചാച്ചൻ്റെ മേൽനോട്ടത്തിലുള്ള അമ്മ വീട്ടിലെ പറമ്പ്. മാർച്ച് മുതൽ അച്ചാച്ചൻ്റെ കയ്യിൽ നിറയെ പൈസയായിരിക്കും. മുരിങ്ങ കൊടുത്തതും പ്ലാവും മാവും കരാറെടുത്ത പൈസയും. ഏപ്രിലോടുകൂടി കശുമാങ്ങ പഴുത്ത് അണ്ടി ഉരിഞ്ഞു തുടങ്ങും. കാലത്തും വൈകിട്ടും ഞങ്ങൾ 4-5 പിള്ളേര് അച്ചാച്ചൻ്റെ കൂടെ ബറ്റാലിയനായി ഓരോ മാവിനടിയിലും ചെന്ന് മാവ് പിടിച്ചു കുലുക്കി പറങ്കിമാങ്ങ മുഴുവൻ ബക്കറ്റിലാക്കി ഉരിയുന്ന സ്ഥലത്ത് കൂമ്പാരം കൂട്ടും. പിന്നെ അണ്ടി ഉരിഞ്ഞ് മാങ്ങ ദൂരേക്കിടും. ആ മാങ്ങ പിഴിഞ്ഞ് ചാറ് വലിയ ഭരണിയിലാക്കി ചൊറുക്കാക്കി എടുക്കും. പിന്നെ അച്ചാച്ചൻ്റെ കോട്ട കിട്ടുന്ന കുപ്പിയിൽ ചൊറുക്കകൾ നിറയും. ആ ചൊറുക്ക വയറുവേദന വരുമ്പോൾ നേരിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് അച്ചാച്ചൻ തരും. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. കുടിക്കാൻ വയറുവേദന ഇല്ലെങ്കിലും അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് ഞങ്ങൾ വയറുവേദന അഭിനയിക്കുക പതിവായിരുന്നു. മഴക്കാലമാകുമ്പോഴേക്കും ഈ അണ്ടി ഉരിഞ്ഞിട്ട മാങ്ങ എല്ലാം ഉണക്കി അത് കത്തിക്കാൻ എടുത്തിരുന്നൊരു കാലം. കശുമാങ്ങ തോട് ചണ്ടിയാവൂല്ലേ? തോട്
അതിൻ്റെ ഉള്ളിലത്തെ പരിപ്പെടുത്തിട്ടുണ്ടാവും. അണ്ടി ഉരിഞ്ഞിട്ട മാങ്ങ, അല്ലാണ്ട് കശുവണ്ടി പരിപ്പ് എടുത്തിട്ടുള്ള തോടല്ല. മഴക്കാലം ആകുമ്പോഴേക്കും ഈ അണ്ടി ഉരിഞ്ഞിട്ട മാങ്ങ എല്ലാം ഉണങ്ങി അതെല്ലാം അത് കത്തിക്കാൻ എടുത്തിരുന്ന ഒരു കാലം. ചിലപ്പോ അതിന്റെ ചാറ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ചണ്ടി എടുക്കണ്ടാവല്ലോ കാലം. മെയ് ആകുമ്പോഴേക്കും കശുമാങ്ങ തീർന്നു തുടങ്ങും. പിന്നെ കുരുമുളക് പൊട്ടിക്കുന്ന സമയമാണ്. ചെറുപ്രായത്തിൽ മുണ്ടെടുത്ത് കുരുമുളക് പടർന്ന മരത്തിലും കയറി മൂത്ത ഓരോരോ തൊക്കയായി പൊട്ടിച്ച് മുണ്ടിന്റെ ഉള്ളിലിടും. അതും വെയിലത്തുണക്കി ചാക്കുകളിലാക്കും. 1 or 2 ചെറിയ ചാക്ക് കുരുമുളകും സ്റ്റെപ്പുകളായി 50 ചാക്കിന് മുകളിൽ കശുവണ്ടിയും സൊസൈറ്റിയിൽ കൊണ്ടുപോയി കൊടുത്ത അച്ചാച്ചനൊരു വരവുണ്ട്. പറഞ്ഞതെല്ലാം വാങ്ങിത്തരും. അതിനിടയിൽ തൃശ്ശൂർ പൂരം, പാവർട്ടി പള്ളി പെരുന്നാളും അച്ചാച്ചൻ മുടക്കാറില്ല. പോയി വരുമ്പോൾ കൈ നിറയെ പലഹാരങ്ങളും സാധനങ്ങളുമായി വരും. ദക്ഷിണ കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം മറക്കാൻ കഴിയില്ല. കൊട്ടക്കണക്കിന് പഴുത്ത മാങ്ങയും ചക്കക്കൂട്ടാനിൽ തുടങ്ങി ചക്ക വറുത്തത്, ചക്കട, ചക്ക വിരകിയത്, പിന്നെ കാലത്ത് എണീറ്റ ഉടനെ പോയി പറക്കുന്ന ഞാവൽപ്പഴം ഉപ്പിട്ട് തിരുമ്പിയ ശേഷം കുറച്ച് സമയം വെയിലത്ത് വെച്ച് നാവിൻ്റെ കളർ മാറുന്നത് വരെ കഴിക്കും. നമ്മുടെ വീട്ടിൽ അന്ന് ഒന്നുമില്ലെങ്കിലും അമ്മയുടെ വീട്ടിൽ സ്കൂൾ അടച്ചു പോകുക എന്ന് പറയുമ്പോൾ തന്നെ സന്തോഷത്തിൻ്റെ ആറാട്ടാണ്. പരീക്ഷ തുടങ്ങുമ്പോൾ തന്നെ പോകേണ്ടതെല്ലാം പ്ലാൻ ചെയ്ത് തുടങ്ങും. ആ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും കാലം നമ്മുടെ കുട്ടിക്കാലത്തോടെ ഒപ്പം അവസാനിച്ചു. ഇന്ന് അതെല്ലാം ഒരു പഴങ്കഥ പോലെ ഓർത്തെടുക്കാം എന്ന് മാത്രം. അച്ചാച്ചനും പോയി. മാവുകളും പ്ലാവുകളും കശുമാവുകളും നാമാവശേഷമായി. അങ്ങനെ ഒരു പറമ്പായിരുന്നു എന്ന് അത് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിൽ മാറിപ്പോയി. അയ്യോ, എന്തൊരു ആയാലും ദക്ഷിണയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇതെല്ലാം എഴുതാതെ വയ്യ എന്ന് തോന്നി. ദക്ഷിണ എന്ന ചാനലും അതിലെ കുട്ടികളും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ എല്ലാവരുടെയും കുട്ടിക്കാലത്തെ ഓർമ്മകളുടെ ഉയർത്തെഴുന്നേൽപ്പാണെന്ന് എനിക്ക് എന്നും തോന്നും. ചക്ക കൂട്ടാനും മുരിങ്ങയിലയിട്ട് ഈ കറിയും നിങ്ങളും ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ടപ്പോൾ വലിയ സന്തോഷം. സ്നേഹം മാത്രം അത് ചേട്ടാ, ചേച്ചി, ജഗൂസ്. എന്തൊരു സനോജ് കൊറേ സമയം എടുത്തിരുന്നു. നമ്മുടെ അമ്മ വീട്ടില് വലിയ പറമ്പുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങളാണ് പറയണത്. അവിടേക്ക് സ്കൂള് പൂട്ടി കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോവാനായിട്ട് കൊതിയാവും നമുക്ക്, ഓടിപ്പോവാനായിട്ട്. ഞങ്ങൾക്ക് മാമന്റെ ചേട്ടന്റെ പിന്നെ ഇവിടെ പറമ്പുള്ളോർത്തുന്നായതുകൊണ്ട് വലിയ തോന്നില്ല. എനിക്ക് നമുക്ക് അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കാൻ ഇഷ്ടമില്ല. കാരണം ഇവിടെ കളിക്കാനാണ്. സ്കൂൾ പൂട്ടി കഴിഞ്ഞാൽ ഇവിടെ കളിക്കാനായിട്ട് ഇഷ്ടം പോലെ കൂട്ടുകാരന്മാരും പറമ്പും പാടൊക്കെ അല്ലേ നിറയെ. അപ്പൊ അങ്ങോട്ട് പോകാൻ ഇഷ്ടമില്ല. എനിക്ക് നേരെ തിരിച്ചാണ്. എനിക്ക് സ്ഥലമില്ലല്ലോ തീരെ. എന്നിട്ട് എനിക്ക് അവിടേക്ക് പോകുമ്പോ, ഗൗരിമാമാരെ അവിടേക്ക് പോകുമ്പോ അവിടെ ഇഷ്ടംപോലെ പറമ്പും മാങ്ങ, ഒരു കാറ്റൂത്തുമ്പോഴേക്കും പടപടപടാതിന്റെ സൗണ്ട് കേൾക്കും ബാക്കിലത്തെ പറമ്പിന്ന്. അത് നമ്മുടെ പറമ്പല്ല, ഒരു ചെടുത്താരുടെ പറമ്പ്. പിന്നെ ഇവൾക്ക് പോവാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഗതിന്റെ അവിടെ കുത്തരി ചോറായിരിക്കും. പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് വരുമ്പോ നല്ല വണ്ണം വെച്ചിട്ടാ വരാന്ന്. അതങ്ങനെ അങ്ങനെ ഓർമ്മകള് മാത്രമായി ബാക്കിയായി. പറമ്പൊക്കെ പോയി. അവിടെ കുറേ പറമ്പുണ്ടല്ലോ. പിന്നെ ആ താഴത്തേക്ക് ഇറങ്ങിപ്പോയി പാടം, വെള്ളം, മീനെ പിടിക്കല്, അങ്ങനെ. അടുത്തത് സതീദേവി. സരിതയുടെ സത്യസന്ധത എനിക്ക് വളരെ ഇഷ്ടമാണ്. ഉള്ള കാര്യം കറക്റ്റായി പറയും. എന്ത് നമ്മൾ ഉണ്ടാക്കുമ്പോഴും സരിത പറഞ്ഞാൽ ധൈര്യമായിട്ട് ചെയ്യാം. ചക്കലിശ്ശേരി എൻ്റെ ഫേവററ്റ് ആണ്. പക്ഷേ ഞങ്ങൾക്ക് ചക്ക കിട്ടാൻ വഴിയില്ല. നിങ്ങൾ കഴിക്കുന്നത് കണ്ട് കൊതിക്കാം. ഒരുപാട് ഇഷ്ടം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ചക്ക മൂത്തിട്ടില്ലേ, മൂത്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതന്നെ കുറച്ചുകൂടി നാളെ ഞാൻ മൂത്ത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോരെ ചക്ക കൊണ്ടുപോവാം. ചക്ക തരുമോ എന്ന് കമന്റ്സ് ഉണ്ട്. എല്ലാവരും പോരെ, ചക്ക മൂക്കട്ടെ. ഇപ്പൊ മൂത്തിട്ടില്ല. ഒരു മാസം പിടിക്കും നോക്കണെങ്കിൽ. അടുത്ത് ഇന്ദിരാ പണിക്കർ. ദൈവമേ, ചക്ക കഴിക്കാൻ കൊതിയാവുന്നു. അതും അമ്മയുടെ സ്പെഷ്യൽ മുരിങ്ങയിലക്കറി ഓർത്തു സങ്കടം വരുന്നു. അടുത്തത് മുഹമ്മദ് ഹനീഫ. എലിശ്ശേരി അല്ല സരിത ചേച്ചി, തൊട്ടടുത്തിരുന്ന അജുവേട്ടൻ എരിശ്ശേരി എന്ന് പറഞ്ഞിട്ടും ചേട്ട എരിശ്ശേരി എന്നാ പറയണേ. ചക്കലിശ്ശേരി. ചേട്ട എലിശ്ശേരി എന്നാ പറയണേ. എലിശ്ശേരി എന്നാ ചേട്ടനും പറയണേ. എരിശ്ശേരി എന്നല്ല, നമ്മള് തൃശ്ശൂക്കാരെ എലിശ്ശേരി എന്നാ പറയണേ. നമ്മുടെ അമ്മയില്ലേ, നമ്മുടെ അമ്മ കറക്റ്റ് ആയിട്ട് പറയുന്നത് ചക്ക എലിശ്ശേരി എലി എന്നാ പറയാ. ഞാൻ നമ്മുടെ വീടിന്റെ അവിടെ തൃശ്ശൂര്, നമ്മുടെ വീടിന്റെ അവിടെയൊക്കെ എലിശ്ശേരി എന്നാ കേട്ടാണ്. ഇവിടെ വന്നപ്പോ ഇവിടെ ഉള്ളവർ അങ്ങനെ പറയണേ. പക്ഷെ എരിശ്ശേരി എന്നാണ് ശരിക്കുള്ള വാക്കെന്ന് അറിയാട്ടാ. നമ്മളെ അമ്മ പറയുന്നത് കേട്ടിട്ടാണ് പഠിക്കുന്നത് ചക്ക എലിശ്ശേരി. മത്തങ്ങും പയർ എലിശ്ശേരി, കായും എലിശ്ശേരി. ഇത് ഞാൻ എലിശ്ശേരി എന്ന് പറയണതാണ് ആള് കേട്ടിട്ടുള്ളത്. ചേട്ടൻ പറയണത് എരിശ്ശേരി എന്നാണ് ആള് കേട്ടേക്കണേ.
തൊട്ടടുത്തിരുന്ന അജുവേട്ടൻ എരിശ്ശേരി എരിശ്ശേരി എന്ന് പറഞ്ഞിട്ടും എന്തേ സരിതേ ഇങ്ങനെ പുതിയ പുതിയ കോമഡികൾ കാണാനും കേൾക്കാനും ഈ ചാനൽ തന്നെ കാണണം. സരിതയുടെ ട്രോളും കൊള്ളാം. വിഷ്ണു കോലോത്തോടി അവിടെ ഇപ്പം 3ാമത്തെ കമൻ്റ് ആയല്ലോ, ചേട്ടൻ എടുത്ത് വെച്ചാണ്. നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ എപ്പോഴും കരുതും ഒന്ന് ചോദിക്കണമെന്ന്. സിനിമകളെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും പറയാത്ത അധികം വീഡിയോസ് ഇല്ല, പ്രത്യേകിച്ച് അജുവേട്ടൻ. എല്ലാ സിനിമകളും നിങ്ങൾ കാണാറുണ്ടോ? പുതിയ സിനിമകളോ സിനിമാ പ്രാന്തുണ്ടോ? Q&A സെക്ഷനിൽ പറഞ്ഞാൽ മതി. നല്ല സിനിമാ ഭ്രാന്തുണ്ട്. പുതിയ സിനിമകളൊക്കെ കാണാൻ പോകാറുണ്ട്, ഒരുവിധമൊക്കെ കാണാൻ പോകാറുണ്ട്. പിന്നെ സിനിമകളിലത്തെ ഓരോ നമ്മൾ ഇങ്ങനെ ട്രോളുന്നതൊക്കെ ഭയങ്കരമായിട്ട് ഞങ്ങൾ ആസ്വദിക്കാനിടും അല്ലേ. പക്ഷെ ഒരുമാതിരി നമ്മൾ കല്യാണം കഴിഞ്ഞാലും മുന്നത്തെ പടങ്ങൾ വരയ്ക്കുള്ളതല്ലേ, കല്യാണരാമൻ വരയ്ക്കുള്ള സിനിമകളിലേക്ക് നമ്മൾ അങ്ങനെ പറയാറുള്ളൂ പ്രത്യേകിച്ചായിട്ട്. കൂടുതൽ അതിനുശേഷം സിനിമ കാണൽ കുറഞ്ഞു. അല്ല, അതിനുശേഷമുള്ള സിനിമകൾക്കൊന്നും ഈ തമാശകള് അത്രയ്ക്ക് അങ്ങടെ ഏൽക്കുന്നില്ല അല്ലേ, അതുകൊണ്ടായിരിക്കും. പറയൊക്കെ ചെയ്യും, എന്നാലും മേരിക്കൊണ്ടൊരു കുഞ്ഞാടൊക്കെ പറയാറുണ്ട്. സിനിമകള് നല്ലതാണ് എന്ന് കേട്ടാൽ ഉടനെ പോയി കാണും. അടുത്തത് മുജീബ് റഹ്മാൻ. ഇങ്ങേരുടെ കൂടെ ജീവിക്കുന്ന സരിതയെ സമ്മതിക്കണം. സ്വപ്നം കണ്ടു അല്ലല്ല, കാമറീനെ കണ്ടിട്ട്. കാമറീനെ കൂടെ വരട്ടി ഓടിപ്പിക്കുക. പാറു പേര് മാറ്റണം നമുക്ക് അല്ലേ? അല്ല ഇപ്പൊ ചേട്ടൻ പറയാവുന്നത് പേര് മാറ്റണം. എന്തത് പാർലിന്നാടാ പോണേ. നോക്കാം, ഞാനിവര് രണ്ടുപേരും കളിക്കുമ്പോ പാർലി ചാർലിനും പാറുവിനും കൂടിട്ട് പാർലി സുന്ദര. അയ്യോ നോക്കണ നോക്കിയേ ചാർലി കാണില്ലേ നിനക്ക്? രണ്ടുപേരുടെ കാൽക്കല് കിടക്കുന്നുണ്ട് നമ്മുടെ. അപ്പൊ കാമറി അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ കാമറീനെ ഇവിടെ വരട്ടാൻ നോക്ക പാറു. ഇങ്ങരുടെ കൂടെ ജീവിക്കുന്ന സരിതയെ സമ്മതിക്കണം. എല്ലാവരും സരിതയെ കുറ്റം പറയുന്നു. വേറെ വല്ല പെണ്ണുങ്ങളായിരുന്നെങ്കിൽ പണ്ടേ. ഞാനൊന്നും പറയുന്നില്ല. ഇങ്ങനൊരു കമന്റ് വന്നാ അത് ഞാൻ കണ്ടില്ലല്ലോ. ആയിരിക്കണം. ഡാഷ് 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 ഇഷ്ടമുള്ളത് പൂരിപ്പിക്കാം. അടുത്തത് വിന്ദുജ വിജയൻ. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോയിൽ കമന്റ് ഇടുന്നത്. അജു ചേട്ടൻ എത്ര സാധാരണനായ മനുഷ്യനാണ്. നിങ്ങളുടെ വീഡിയോ കുറേ നാളായി കാണാറുണ്ട്. അജുവേട്ടനോട് പലപ്പോഴും ബഹുമാനം തോന്നിയിട്ടുണ്ട്. മെയിൽ ഈഗോ ഇല്ലാതെ എൻ്റെ വീട് എൻ്റെ കുടുംബം എന്ന് കരുതി എല്ലാം ചെയ്യുന്നു. സരിതേച്ചിക്ക് നല്ലൊരു പാർട്ട്ണറാണ്. ചേച്ചി തിരിച്ചും അങ്ങനെ തന്നെ. പരസ്പരം താങ്ങായി ജീവിക്കാൻ എന്നും കഴിയട്ടെ. എൻ്റെ വീട് തൃശ്ശൂരാണ്, ഇപ്പോൾ കുവൈറ്റില്ല. നാട്ടിൽ വരുമ്പോൾ എപ്പോഴെങ്കിലും നേരിൽ കാണാൻ സാധിക്കട്ടെ. കമന്റ് വായിക്കും എന്ന് കരുതുന്നു. അമ്പടാ, കമന്റ് വായിക്കാൻ വേണ്ടിയിട്ടല്ലേ എങ്ങനെയൊക്കെ പൊക്കിയടിച്ച് ചെയ്തത്. അങ്ങനെ നീ അടുത്തത് ജയന്തി കാർത്തികേയൻ. പ്ലാവമേ കയറാൻ ചക്ക ഉപയോഗിച്ചില്ലേ? അതാണ് ആ കോണി അവിടെ വെച്ചത്. ഞാൻ ചിരിച്ചിരിച്ച് വയ്യാണ്ടായി. ഞാനത് കേട്ടില്ല, ഞാൻ വീഡിയോ വന്നപ്പോഴത് കേട്ടെ. പല അബദ്ധങ്ങളും നമ്മുടെ അത് ഞാൻ പറഞ്ഞു ചിരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ പൊന്നോ. KA ജോയ് കള്ളിക്കാടൻ. ഇന്നു മുതൽ എല്ലാവരും നാളേരം ചിരകിയത് വൃത്തിയായി കഴുകിയതിന് ശേഷം മാത്രം പാചകത്തിന് ഉപയോഗിക്കുക. നാളികേരം കഴുകാറില്ലല്ലോ എന്ന് പറഞ്ഞു ചേട്ടൻ. അടുത്തത് ലക്ഷ്മി രാജേഷ്. അജു ചേട്ടാ അത് പൊളിച്ചു. പാലക്കാട് നിന്ന് വന്ന എനിക്കൊരു കുഴപ്പവുമില്ലല്ലോ എന്ന് ചാർലി. അയ്യോ ചിരിച്ചിരിച്ച് വയ്യാണ്ടായി. പാറൂനെ കൊണ്ടെന്ന് വീഡിയോ. എൻ്റെ പൊന്നോ, ഇവള് ഓടിപ്പിച്ചതിന് കണക്കില്ല. ജെല്ലിക്കെട്ടായിരുന്നു ഇവിടെ. മുഴുവൻ കാണിച്ചില്ല. എത്ര മണിക്കൂറാണ് നമ്മൾ ഓടിയെന്നറിയാം. പക്ഷെ ഇപ്പോഴാണെങ്കിൽ കിടക്കണം ഇവിടെ സുഖമായിട്ട്. ജയൻ വിജയൻ. അജുവേട്ടന്റെ പട്ടിപുരാണം സൂപ്പർ. പിന്നെ സുമാസുമം. ടെൻഷൻ വേണ്ട അജുവേട്ടാ, പാറുവിന്റെ കാര്യങ്ങൾ ഇനി ചാർലി നോക്കിയോളൂ. രണ്ടാള് സെറ്റായി. പൊന്നേ, കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണണം ഇവിടെ വന്നിട്ട് എന്തുട്ടൊക്കെ ഇവിടെ നടക്കണേ. ഇവളെ കാണുമ്പോഴാണെങ്കിൽ ലോറ ഓടിപ്പിക്കും. 2 റൗണ്ട് നമ്മുടെ വീടിന് ചുറ്റും 2 റൗണ്ട് ആട്ടാ. കറക്റ്റ് 2 റൗണ്ട് കഴിഞ്ഞോടുകൂടി ലോറയ്ക്ക് അതച്ച് മുകളിൽ കയറിപ്പോവും. അപ്പോൾ ഇവള് ഇവിടെ നിൽക്കും. അപ്പോഴാണെങ്കിൽ പിന്നാലെ ചാർലി ഓടുന്നുണ്ട്, രക്ഷിക്കണം എന്നുണ്ട് ചാർലിക്ക്. പക്ഷേ ലോറയിൽ കടി കിട്ടിയാലോ എന്ന് പേടിച്ചിട്ട് ചാർലി പിന്നാലെ ഓടും, വേറെ ഒന്നും ചെയ്യില്ല. പക്ഷെ 2 റൗണ്ട് കഴിയുമ്പോഴേക്കും ഇവളെ തൊടാൻ പോലും കിട്ടില്ല. ഇവള് പറക്കാ ചെയ്യണേ. പിന്നെ അങ്ങനെ ലോറ കഴിഞ്ഞ അടുത്തത് ടൈസൺ വരും. 2-3 റൗണ്ടൊക്കെ. ടൈസൺ 1 റൗണ്ട് കൂടി ഓടിക്കും. അത് കഴിയുമ്പോഴേക്കും ടൈസൺ ക്ഷീണിച്ചു പോവും. നമുക്ക് രാത്രി ഭയങ്കര കാവൽക്കാരവര്. അടുത്തത്
റിയാസ് അല്ല ഈ പാറുവിന്റെ വീഡിയോ പാറുവിന് കൊണ്ടുവന്ന വീഡിയോയിലത്തെ കമന്റുകളാണ് കേട്ടാ. തൊരപ്പം പോണ്ടെന്ന് വായിച്ചു റിയാസ്. ഇതിപ്പോ പുതിയൊരു കുട്ടി 1ാം ക്ലാസ്സിൽ ചേർത്തതുപോലെയായി. പുതിയ സ്കൂളും മാഷിനെയും ടീച്ചറെയും അവന് തീരെ പിടിക്കുന്നില്ല. ഇത് കുഴപ്പമില്ല. പിന്നെ കമന്റ് വായിക്കാനുള്ളത് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയിലത്തെ ഇതിലാണ്. അത് മുഴുവൻ നമുക്ക് ആശംസകൾ നേർന്നുകൂടിയാണ്. അപ്പോൾ ആശംസകൾ നേർന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഒരു കൂപ്പുകൈ. അപ്പോൾ ഇനി അടുത്ത ഞായറാഴ്ച നമ്മൾ കമന്റ് വായന അടുത്ത ഞായറാഴ്ച വിചാരിക്കുന്നത് ഞങ്ങൾ ലൈവ് കമന്റ് വായനയാണ് വിചാരിക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ സ്ക്രീൻഷോട്ട് ഇതുപോലെ തന്നെ സ്ക്രീൻഷോട്ടുകൾ എടുത്തു വെക്കും, കമന്റ്സ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു ഉച്ചയ്ക്ക് 2 മണിക്ക് അടുത്ത ഞായറാഴ്ച കേട്ടോ, ഉച്ചയ്ക്ക് 2 മണിക്ക് ഓർത്ത് വെച്ചോ. 2 മണിക്ക് ഞങ്ങൾ ലൈവ് വന്നിട്ട് അത് വായിക്കുന്നു. വെറുതെ നമുക്കറിയില്ല എന്തുണ്ടാവാന്ന്. കാരണം നമ്മള് വായിക്കുമ്പോൾ കമന്റുകൾക്ക് മറുപടി പറയുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഞങ്ങളിപ്പോ വായിക്കണത് മിക്കവാറും ഇത് എഡിറ്റ് ചെയ്യാൻ സുഖ ഒന്നും അങ്ങനെ കളയാറില്ല നമ്മള് അല്ലേ. ഈ വീഡിയോ നമ്മള് സാധാരണ ഇങ്ങനെ പറഞ്ഞ് ചിലത് എന്ന് പറഞ്ഞാ ചിലപ്പോ അങ്ങോട്ട് പറയാൻ തുടങ്ങി അങ്ങോട്ട് നിർത്താണ്ട് അപ്പൊ വീഡിയോയുടെ ലെങ്ത് കൂടുതലോ വെച്ചിട്ട് അത് കട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അടുത്ത ഞായറാഴ്ച നമുക്ക് 2 മണിക്ക് ലൈവില് വരാൻ നോക്കാം കേട്ടാ. അപ്പൊ നമുക്ക് നിർത്താം. അപ്പൊ സമയം കണ്ട 8:30 കഞ്ഞി കുടിക്കേണ്ട സമയം. അപ്പൊ നമുക്ക് നിർത്താം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ. നന്ദി, നമസ്കാരം. ഭയങ്കര കമ്പനി രണ്ടുപേരും കേട്ടാ. പാറു നല്ല സുന്ദരിയാട്ടാ, നല്ല ഭംഗിയാ കണ്ണ് കാണാൻ. അവളുടെ കണ്ണ് നല്ല രസാ. പാറുവിനൊരു നല്ല പേരിടണല്ലോ ചേട്ടാ. പായും റായൊക്കെ ഉണ്ടാവണം പേരിൽ കേട്ടാ. എന്നാലല്ല അവൾക്ക് അതുമായിട്ട് മാച്ചാവണ പേരാവണമല്ലോ. ആ ഇതായിരുന്നു നമ്മൾ ആഗ്രഹിച്ചത്. ഇതുപോലെ ചാർലിക്ക് ഒരു കൂട്ട്.